എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ പെർട്ടിക്കുലർ ഈ ഒരു സെക്ഷൻ്റെ ഉദ്ദേശം തന്നെ മെയിനായിട്ട് വരുന്നത് എല്ലാവർക്കും കാണുന്ന പോലെ തന്നെ ഫ്രണ്ട് സ്ലൈഡിൽ തന്നെ കാണാൻ പറ്റും. മെയിനായിട്ട് ഈ സെക്ഷൻ MEP പ്ലാനിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഏകദേശം ഒരു 45 മിനിറ്റോളാണ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. ടോപ്പിക് കാണാം MEP പ്ലാനിങ് എന്നാണ്. ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് എൻജിനീയേഴ്സിനെയാണ്. എൻജിനീയേഴ്സിനും ടെക്നിക്കൽ പ്രൊഫഷൻസിനെയാണ് നമ്മൾ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷനിലൂടെ നമുക്ക് ആദ്യം തന്നെ കടന്നു പോകാം. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ പേര് മെഫിൻ ഫ്രാൻസിസ്. ഞാൻ കരിക്കുലർ അക്കാദമിയുടെ മാനേജിങ് പാർട്ണറാണ്. അതിലുപരി എഞ്ചിനീയറിംഗ് സെക്ടറിൻ്റെ മെൻറ്ററും കൂടിയാണ്. നമ്മൾ ബേസിക്കലി നമ്മൾ കരിക്കുലർ അക്കാദമിയിൽ നമ്മൾ ട്രെയിനിങ് സെക്ഷനും പ്രൊവൈഡ് ചെയ്യുന്ന ടെക്നിക്കൽ സ്റ്റുഡൻസിനെ അതുപോലെ ടെക്നിക്കൽ പാസ് ഔട്ട് ആയിട്ടുള്ള ഫ്രഷേഴ്സിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കരിക്കുലർ അക്കാദമിയെ ആരംഭിച്ചിരിക്കുന്നത്. അതിൽ നോക്കുകയാണെങ്കിൽ വെച്ചാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓഫ്ലൈനും ഓൺലൈനായിട്ടുള്ള ട്രെയിനിങ്സ് ആണ് നമ്മൾ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് റിമോട്ടായിട്ട് ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള ഫ്രഷേഴ്സിനായാലും എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽസിനായാലും എവിടെ ഇരുന്നു കൊണ്ടും പഠിക്കുക എന്നുള്ളൊരു എയിമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഷെയർ യുവർ എക്സ്പീരിയൻസ് ഫോർ ഫ്യൂച്ചർ. അതായത് നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് നമുക്ക് കുറേയധികം പേരുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, പല രാജ്യങ്ങളിലും ഒരു വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു നോളജ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക്, അതായത് നോളജ് ഇല്ലാത്തവർക്ക് ഷെയർ ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് കരിക്കുലർ അക്കാദമി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ചെറിയൊരു ബ്രീഫായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഹെഡിങ്ങിൽ തന്നെ കാണാൻ പറ്റും, MEP പ്ലാനിങ് എന്നാണ് കാണുന്നത്. ഈ പ്ലാനിങ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള ഫ്രഷറായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ നല്ല എക്സ്പീരിയൻസ് ഒരു 10+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളൊരു പ്രൊഫഷണലായിരിക്കാം. നിങ്ങൾ MEP ബാക്ക്ഗ്രൗണ്ടിൽ അല്ലാതെ വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണലായിരിക്കാം. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ MEP പ്ലാനിങ് എന്ന് പറയും. പ്ലാനിങ് നമ്മൾ എല്ലാ ഫീൽഡിലും ചെയ്യും, നോട്ട് ഓൺലി കൺസ്ട്രക്ഷൻ, എല്ലാ ഏരിയയിലും പ്ലാനിങ് നമുക്ക് അത്യാവശ്യമാണ്. ഞാൻ ഒന്നും കൂടി ലൈവിലേക്ക് പോകുന്നുണ്ട്. ലൈവിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ നോക്കട്ടെ. വോളി ഞാൻ കുറയ്ക്കുന്നുണ്ട് കുറച്ചും കൂടിയും. ഓക്കെ, ചെറുതായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഇടുന്നുണ്ട്. ഓക്കെ, വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മുടെ സെക്ഷനിലേക്ക് പറയുമ്പോൾ തന്നെ സെക്ഷനിൽ കടക്കും ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷൻ സ്ലൈഡിൽ കാണാൻ പറ്റും നമ്മുടെ കരിക്കുലർ അക്കാദമിയുടെ കോൺടാക്ട് ഇമെയിൽ ID അതുപോലെ കോൺടാക്ട് നമ്പേഴ്സ് അവൈലബിൾ ആണ്. ഇന്ത്യയിൽ കോൺടാക്ട് ചെയ്യുന്ന നമ്പറും അതുപോലെ തന്നെ UK കോൺടാക്ട് ചെയ്യേണ്ടതായിട്ട് നമ്പറും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സ്ലൈഡിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഓക്കെ, ഫസ്റ്റ് സ്ലൈഡ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സെക്ഷൻ ഉദ്ദേശം തന്നെ MEP പ്ലാനിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ബ്രീഫിങ്ങും ഒരു ഇൻട്രൊഡക്ഷനും കൂടിയാണ്. മെയിനായിട്ട് ഒരു ഡെമോ പോലെയാണ് 2 ഇയർ ഈ കണ്ടന്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ലാണ്ട് നിങ്ങൾ ജസ്റ്റ് 3rd ഇയർ പഠിക്കുന്നില്ല, അവസാന വർഷ വിദ്യാർത്ഥിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്ലാനിങ്, എഞ്ചിനീയറിംഗ് സെക്ടറിലെ ഒരു പ്ലാനിങ്ങിൻ്റെ ആവശ്യകത എന്താണ്, അതുപോലെ MEP സെക്ടർ എന്താണ്, അങ്ങനത്തെ ഒക്കെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷനാണ്. ചിലപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ലൊരു പ്രൊഫഷണൽ ഇരിക്കുന്ന ആളായിരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഇതൊന്നും അറിയാത്ത ഒരാളാണ്, 0 ആയിട്ട് ഇരിക്കുന്ന ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടി അവയർനെസ് ഉണ്ടാക്കാൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു എഞ്ചിനീയറിംഗ് സെക്ടറിൽ. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസിനെയും അതുപോലെ തന്നെ ഫ്രഷേഴ്സിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒരു IT സെക്ടറിനെയോ പ്രോഗ്രാമിംഗ് സെക്ടർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനത്തെ സെക്ടറിനെ നമ്മൾ ഇൻട്രപ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗിന് തന്നെ ഏറ്റവും കോറായിട്ടുള്ള സബ്ജക്ട്സ് ആയിട്ടുള്ള മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ ബാക്ക്ഗ്രൗണ്ടാണ്. ഓക്കെ, അപ്പം അതിൽ നമുക്ക് നല്ലൊരു പ്രൊഫഷനിലേക്ക് നമുക്ക് എത്തിപ്പെടാം എന്നുള്ള ഒരു ചിന്താരീതിയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കേട്ടുള്ള വാക്കായിരിക്കും എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല, എങ്ങനെ ജോലി കിട്ടും, നാട് വിട്ട് പോകേണ്ടവർ, ഏത് നാട്ടിലേക്ക് പോകേണ്ടവർ, നല്ല കൺഫ്യൂഷനിലായിരിക്കും എല്ലാവരും നിൽക്കുന്നുണ്ടാവാം. പക്ഷേ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസും അതുപോലെ തന്നെ നല്ലൊരു
സ്കിൽ സെറ്റ് ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കാത്തിരുന്നാലും നല്ലൊരു പ്രൊഫഷണൽ ജോലിക്ക് കയറാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാസ് ഔട്ട് ആകുമ്പോൾ ഫ്രഷേഴ്സ് ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്തെടുക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ള ഒരു ലെവലിലേക്കുള്ളൊരു ജോലി നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പം അതിനുവേണ്ടി ചിലപ്പോൾ യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പോൾ കൺട്രി ടു കൺട്രി ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരും നല്ല ജോലികൾ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കില്ല് ഡേ ടു ഡേ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. സോഫ്റ്റ് സ്കില്ലായാലും അപ്പോൾ ലാംഗ്വേജ് ആയാലും ഇമ്പ്രൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ചൊരു ജോലിയിലേക്ക് എത്തിപ്പെടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്കിലേക്ക് കുറച്ചും കൂടി നമ്മൾ ഇറങ്ങി ചെല്ലാണ്. ജസ്റ്റ് ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞാണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നതിന് കൂടെ തന്നെ ഫസ്റ്റ് നമുക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവരാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പിക്ചറിന് മുകളിലായിരിക്കും സ്ലൈഡ് കാണാം. ഫേസ്ബുക്കിലാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും കാണാം. അപ്പോൾ എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ മെയിനായിട്ട് ഈ ഒരു സ്ലൈഡിന് ഉദ്ദേശം തന്നെ എന്തിനാണ് ഈ ഒരു സ്ലൈഡ്, ഈ ഒരു സെക്ഷൻ എന്തിനാണ് കാണേണ്ടതെന്നുള്ളൊരു ഉദ്ദേശമാണ് ആയിരുന്നത്. ഇതൊരു ഇൻഡെക്സ് ആണ്. ഓക്കെ, വെരി ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളതിൽ. റോഡ് മാപ്പ് ടു സക്സസ്, അതുപോലെ തന്നെ പ്രോബ്ലം ടു ഫേസിങ്. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഒരു കറണ്ടിൽ ഒരു ഫ്രഷർ ആയാലും ഒരു എക്സ്പീരിയൻസ് പ്രൊഫഷണലും മാർക്കറ്റിൽ ഫേസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്. പിന്നെയുള്ളതാണ് കോമൺ മിസ്റ്റേക്സ്. എന്തൊക്കെ കോമൺ മിസ്റ്റേക്സ് ആണ് നമ്മൾ വരുത്തുന്നത് പഠിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെയുള്ള ഒരു പോയിന്റാണ് ഹൗ ടു സോൾവ്. നമുക്ക് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. പ്രശ്നങ്ങളെ മാനേജ് ചെയ്തുകൊണ്ട് എങ്ങനെ സോൾവ് ചെയ്യാം, അതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ആ സോൾവ് ചെയ്യേണ്ട മെത്തേഡുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് സോൾവ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുക. പിന്നെ വരുന്നതാണ് എന്തൊക്കെ ആക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ രീതിയിലും ചിലപ്പോൾ നമുക്ക് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളുണ്ടായിരിക്കാം. ചിലപ്പോൾ നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പല ഏരിയകളുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ആക്ഷൻ എന്തായിരിക്കും, കരിക്കുലർ അക്കാദമിക്ക് നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റും, നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് എന്ത് തരാൻ പറ്റും, അതാണ് ഇവിടെ വരുന്നത്. അവസാനം എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി ലൈവിൽ പോയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അതിൻ്റെ ആൻസേഴ്സ് ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റാമെന്നാണ് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. സെക്ഷനിലേക്ക് കടക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് കരിക്കുലർ അക്കാദമിയുടെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം. എന്താണ് കരിക്കുലർ അക്കാദമി, എന്തൊക്കെ സെക്ടേഴ്സാണുള്ളത്, എന്താണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ആദ്യത്തിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിക്കുലർ അക്കാദമി 2021 ഒരു കൊറോണ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് രൂപം പ്രാപിച്ചത്. അതിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ മേഖലയിലത്തെ ഒരു 360 ആംഗിളിലുള്ള എല്ലാ നോളജ് സെക്ടേഴ്സും കവർ ചെയ്തുകൊണ്ടായിരുന്നു കരിക്കുലർ അക്കാദമി ആരംഭിച്ചത്. അതിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ സ്റ്റുഡൻസിനെയും അപ്പോഴത്തെ എക്സ്പീരിയൻസ് പ്രൊഫഷൻസിനെയും നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരെയാണ് നമ്മൾ കരിക്കുലർ അക്കാദമി ഫോക്കസ് ചെയ്യുന്നത്. പിന്നീട് റീസെൻ്റ് 2024 എൻഡ് ഓഫ് ദി ഇയറിൽ നമ്മൾ ഹെൽത്ത് കെയർ സെക്ടർ ആരംഭിച്ചു. ഹെൽത്ത് കെയർ സെക്ടർ ആരംഭിച്ച സമയത്ത് നമുക്ക് ഫസ്റ്റായിട്ട് വന്നിട്ടുള്ള ഒരു സോൾവ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UK നഴ്സസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെത്തഡാണ് കരിക്കുലർ അക്കാദമി ഫസ്റ്റായിട്ട് ഹെൽത്ത് കെയർ സെക്ടറിൽ ആദ്യം കൊണ്ടു. അതിൽ എടുത്തു പറയേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന OSCE എക്സാം ഒരു ട്രെയിനിങ്സ് ഒക്കെ കരിക്കുലർ അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന UK നഴ്സസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെയാണ് ഒരു ഹെൽത്ത് കെയർ സെക്ടറിലേക്കുള്ള ഒരു എൻട്രി ആയിരുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് മുന്നോട്ട് ഇനി പോകാൻ പോകണം. ഞാൻ ഒന്നുകൂടി ലൈവ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ലൈവ് കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം സെക്ഷൻ. ഈ സെക്ഷൻ അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ, ഒരു 45 മിനിറ്റ് ഒക്കെ എടുക്കുള്ളൂ മാക്സിമം. നമ്മൾ അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ നിങ്ങളൊരു ടെക്നിക്കൽ പ്രൊഫഷണൽ, ഒരു എഞ്ചിനീയറിംഗ് പ്രൊഫഷനാണ്, മസ്റ്റായിട്ട് ഈ ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്ത് നന്നായിരിക്കും. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ ഇപ്പം നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ വേറെ ആരൊക്കെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഗൈഡ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ഫസ്റ്റ് സ്ലൈഡായിട്ടുള്ള കരിക്കുലർ അക്കാദമി ബ്രീഫിലേക്ക് പോവുകയാണ്. അപ്പോൾ അതായത് നമ്മൾ മെയിനായിട്ട് കരിക്കുലർ അക്കാദമിയിൽ യൂസ് ചെയ്യുന്ന മെത്തഡോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു കൂട്ടം വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളും ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് പോലെയാണ് കരിക്കുലർ അക്കാദമി ബേസിക്കലി വർക്ക് ചെയ്യുന്നത്. നമുക്ക് സ്ലൈഡിൽ താഴെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ കോട്ട് എന്ന് പറയുന്നത് ഷെയർ യുവർ എക്സ്പീരിയൻസ് ഫോർ ഫ്യൂച്ചർ എന്ന് തന്നെയാണ്. കരിക്കുലർ അക്കാദമി വെബ്സൈറ്റ് ഉണ്ട്, curricularacademy.com എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യണമെന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക്
ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങൾക്ക് എത്ര ആവശ്യമായിട്ട് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ അതിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഡെമോ സെക്ഷൻ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ ഡെമോ സെക്ഷൻ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദി കരിക്കുലം അക്കാദമി. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു സെക്ഷൻ എന്ന് പറയുന്നത് റോഡ് മാപ്പ് ടു സക്സസ്. അതായത് നമ്മൾ ഇന്നത്തെ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MEP പ്ലാനിങ്, എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റിൽ ഒരു പ്ലാനിങ് നടക്കുന്നത്, MEP പ്ലാനിങ്ങിൽ നമുക്ക് കറണ്ട് മാർക്ക് എത്ര സാലറി കിട്ടുന്നുണ്ട്, ആ കാര്യമാണ് നമ്മൾ ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ MEP പ്ലാനിങ് എന്ന് തന്നെ പറയുമ്പോൾ കറണ്ട് മാർക്കറ്റ് കുറേയധികം ജോബ് ടൈറ്റിൽസ് അവൈലബിൾ ആണ്. പ്ലാനിങ് എഞ്ചിനീയർ എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ MEP പ്ലാനിങ് എഞ്ചിനീയർ, നോർമൽ MEP എന്ന് വെക്കാതെ ജസ്റ്റ് ഒരു പ്ലാനിങ് എഞ്ചിനീയർ എന്ന് പറയും, സ്കെഡ്യൂളിംഗ് എഞ്ചിനീയർ എന്ന് പറയും, പ്രൊജക്ട് പ്ലാനർ എന്ന് പറയും. പ്രൊജക്ട് എഞ്ചിനീയറിനായിട്ടും ഈ ഒരു പ്ലാനിങ് സെക്ടറിൽ ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള ജോബ് ടൈറ്റിൽസ്. അപ്പോൾ നിങ്ങളൊരു പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ട് ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വെച്ച് ഈ ജോബ് ടൈറ്റിൽസ് ആണ് നിങ്ങളൊരു ജോബ് പോർട്ടലിൽ പോയിട്ട് സെർച്ച് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനത്തെ ഇതാണ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ജോബ് ടൈറ്റിൽസ്. ഓക്കെ, അതിൻ്റെ റൈറ്റ് സൈഡിൽ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലും UAE യൂറോപ്പിലുള്ള ഒരു ആവറേജ് സ്റ്റാർട്ടിങ് സാലറിയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിലിപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ജസ്റ്റ് ഒരു പാസ് ഔട്ട് ആയിട്ടുള്ള വിദ്യാർത്ഥിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 27 രൂപ സ്റ്റാർട്ടിങ് സാലറി എന്തായാലും കിട്ടും. പഠിച്ചിറങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ അവന് വേണ്ടത്ര സ്കില്ലുകളും സോഫ്റ്റ് സ്കിൽസും സോഫ്റ്റ്വെയർ നോളജൊക്കെ ഉള്ള ആളുടെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. ഒരു 25,000 രൂപ സ്റ്റാർട്ടിങ് സാലറി ഉണ്ടാവും. കുറച്ചൊരു 5 വർഷമൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടെങ്കിൽ 5-6 വർഷം എക്സ്പീരിയൻസ് പെർട്ടിക്കുലർ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടെങ്കിൽ ഒരു 30,000 രൂപയൊക്കെ സാലറി കിട്ടും. പിന്നീട് അതൊരു 10+ ഇയേഴ്സിലേക്ക് പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ വീണ്ടും സാലറി കൂടിയിട്ടാണ് വരുന്നത്. അത് ഇന്ത്യയിലത്തെ കാര്യമാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ UAE വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് സാലറി എങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും 2,500 ദറംസ് കിട്ടും സ്റ്റാർട്ടിങ് സാലറി. പിന്നെ വീണ്ടും ഒരു 5 ഇയേഴ്സൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3,500 ദറംസ് സ്റ്റാർട്ടിങ് സാലറി കിട്ടും. പിന്നെ വീണ്ടും ഒരു 10 വർഷത്തിന് എബവ് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും സാലറി മുകളിലേക്ക് തന്നെയാണ് കൂടി പോകുള്ളൂ. എക്സ്പീരിയൻസ് കൂടുന്തോറും സാലറി കൂടി കൊണ്ടുപോയിരിക്കും. അപ്പോൾ നമ്മൾ പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് നമ്മൾ പ്ലാനിങ് സെക്ടറിലേക്ക് ഒരു പ്ലാനിങ് കരിയറിലേക്ക് നമ്മുടെ ഒരു കരിയർ സ്വിച്ച് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം സാലറി കിട്ടും. സാലറി ആണല്ലോ നമുക്ക് അറിയണം. നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ജോബിന് പോകുമ്പോൾ നമ്മൾ സാലറി ആദ്യം നമുക്ക് ആവശ്യമാണ്. പിന്നെ അതിനുശേഷം ജോബിന് സെക്യൂരിറ്റി, നിങ്ങൾക്ക് എത്രത്തോളം ഗ്രോത്ത് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു പ്രൊഫഷനിലേക്ക് നമ്മൾ മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ടുള്ള കാര്യം. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സാലറി തന്നെയാണ്. പിന്നെ ഒരു യൂറോപ്പ് സെക്ടറിൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പ് സെക്ടറിൽ നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ് സാലറി ഒരു 2,000 പൗണ്ട്, ഇവിടെ GBP മെൻഷൻ ചെയ്തിരിക്കുന്നത് പൗണ്ടാണ്. 2,000 പൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 lakh സാലറി പെർ മന്ത് കേട്ടോ. എക്സ്പെൻസ് കൂടെ കൂട്ടുന്നില്ല, സാലറി മാത്രമാണ് നമ്മൾ കൂട്ടുന്നത്. 2,000 പൗണ്ട് പെർ മന്ത് സാലറി കിട്ടുന്നു. അതിനുശേഷം പിന്നെ ഒരു 5-6 വർഷം എക്സ്പീരിയൻസ് ആയിട്ടുണ്ടെങ്കിൽ അത് ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്യും, ഒരു 2,800 പൗണ്ട് വരെ എത്തും. പിന്നീട് വീണ്ടും ഒരു 10+ ഇയേഴ്സ് എക്സ്പീരിയൻസിൽ പോയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 3,500. അപ്പോൾ നമ്മളൊരു ഏതൊരു പ്രൊഫഷനിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോഴും ഓരോ വർഷം എക്സ്പീരിയൻസ് കൂടാണ് ചെയ്യുന്നത്. എക്സ്പീരിയൻസ് കൂടുന്നവർ അത്രത്തോളം അഡീഷണൽ ആയിട്ട് നമ്മുടെ CV നമുക്ക് എക്സ്പീരിയൻസ് ആഡ് ചെയ്യാം, പുതിയൊരു എംപ്ലോയറെ കണ്ടുപിടിക്കാം, സാലറി നെഗോഷിയേറ്റ് ചെയ്യാം, കുറേ അധികം ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ തുറന്നു വരും. അപ്പോൾ ഇതാണ് ഒരു ആവറേജ് സാലറി ബ്രാക്കറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണ് പൂട്ടിയിട്ട് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ ബാക്ക്ഗ്രൗണ്ടിൽ, എഞ്ചിനീയറിംഗ് സെക്ടറിൽ അല്ല ടെക്നിക്കൽ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സാലറി പാക്കേജ് കറണ്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇതല്ലാതെ ഇന്ത്യയിൽ റഫർ ചെയ്തിട്ടാണ് ഈ സാലറി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാലറി ഒക്കെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പിലേക്ക് പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ എന്തുകൊണ്ട് നമ്മൾ ജോലി ചെയ്യണം? ഞാൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ പഠിച്ചു, എനിക്ക് എന്തൊരു കൺസ്ട്രക്ഷൻ മേഖലയിൽ ചെയ്യാൻ പറ്റുക, ഒരു സിവിൽ എഞ്ചിനീയറിനുള്ള കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുക, അങ്ങനെ ഒരു തോട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ ഫ്രഷറായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റി യാതൊരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്തിട്ട് ആളോട് ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വിപരീതമായിരിക്കും കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സെക്ടറാണ് കൺസ്ട്രക്ഷൻ ഫീൽഡ്. നമ്മൾ ജസ്റ്റ് ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കമ്പിയും സിമെൻറ്റും ഉണ്ടാക്കി വെച്ച് ഇങ്ങനെ കെട്ടിപ്പടുക്കുന്ന ഒരു സിവിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ചിന്താഗതിയാണ് നമ്മുടെ നാട്ടിലുള്ളവർക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. കുറച്ചും കൂടി അഡ്വാൻസ് ആണ് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ്. അതായത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ പ്രൊഫഷൻസ് ഇല്ലാണ്ടും എഞ്ചിനീയേഴ്സ് ഇല്ലാണ്ടും ഒരു കാര്യങ്ങളും കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നടക്കില്ല.
ഓക്കെ, അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ 3 ഫീൽഡിൽ: മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ജോബ് ഓഫർ ചെയ്യുന്ന ഒരു മേഖലയാണ് കൺസ്ട്രക്ഷൻ ഫീൽഡ്. ഇപ്പം നമുക്ക് ഇതിലൊരു ഈ ഒരു ഡയഗ്രം നോക്കുകയാണെങ്കിൽ വെച്ചാൽ നമുക്ക് മനസ്സിലാവും. കൺസ്ട്രക്ഷൻ ഫീൽഡാണ് ഏകദേശം 50% ജോലികൾ കൺസ്ട്രക്ഷനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരാളായിരിക്കാം, മെറ്റീരിയൽ മാനുഫാക്ചർ ചെയ്യുന്ന സൈഡിലുള്ള ആളായിരിക്കാം, മാർക്കറ്റിംഗ് ചെയ്യുന്ന സെയിൽസ് ചെയ്യുന്നുണ്ടായിരിക്കാം, ഡിസൈനിങ്ങുള്ള ഒരാളായിരിക്കാം. ഇതല്ലാതും ഈ ഒരു പെർട്ടിക്കുലർ ഫീൽഡിനെ കേന്ദ്രീകരിച്ചായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. അപ്പം അത്രത്തോളം വൈഡാണ്. ഓൾ ഓവർ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത്രത്തോളം ഒരു വലുപ്പമുള്ളത് കൊണ്ട് ജോലി കിട്ടാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് വെച്ചാൽ മിഡിൽ ഈസ്റ്റ് ട്രാവൽ ചെയ്യാം, മിഡിൽ ഈസ്റ്റിൽ പോയിട്ട് വർക്ക് ചെയ്യാം. മിഡിൽ ഈസ്റ്റിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടുകയാണെന്ന് വെച്ചാൽ യൂറോപ്പിൽ മൈഗ്രേറ്റ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൽ നിങ്ങൾക്ക് ആ സെയിം ഫീൽഡിൽ തന്നെ ജോലി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പം അത്രത്തോളം വൈഡാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലൈഡ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ്റെ പോലെ തന്നെ വേറെ സെക്ടേഴ്സ് അവൈലബിൾ ആണ്. ഓയിൽ ആൻഡ് ഗ്യാസ് ഉണ്ട്, ഓട്ടോമൊബൈൽ ഉണ്ട്, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ട്. ഇതൊക്കെ വേറെ വേറെ ഓരോ ഏരിയകളാണ്. പക്ഷേ ടോട്ടലി നമ്മൾ നോക്കുന്ന സമയത്ത് കൺസ്ട്രക്ഷൻ ഫീൽഡിനുള്ളിലത്തെ ജോബുകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉള്ളത്. ഇപ്പം നിങ്ങളുടെ കൊളീഗ്സിനോടോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെവിടെ വർക്ക് ചെയ്യുന്ന ജസ്റ്റും ചോദിച്ചു നോക്ക്. അതിലൊരു ആവറേജ് എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ ഫീൽഡിനുള്ളിലത്തെ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പം അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ നമ്മൾ പോകാൻ പോകുന്നത് നെക്സ്റ്റ് ഒരു സ്ലൈഡിലേക്കാണ്. നെക്സ്റ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കോമൺ സ്ലൈഡാണ്. നമ്മളെല്ലാവരും ഒരു ലൈവ് സെക്ഷനിൽ നമ്മൾ മെയിനായിട്ട് ഈ ഒരു പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനത്തെ ഒരു 3-4 സ്ലൈഡ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു കോമൺ സ്ലൈഡാണ് സ്റ്റാർട്ടിങ് വരുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീക്കിലി ടോയ്സ് വീക്കിൽ നമ്മൾ ലൈവ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവിൽ ഓരോ ടോപ്പിക്സ് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവരും, പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യും. ഇതൊക്കെ നമ്മൾ ലൈവിലാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ലൈവിൽ വരുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് ടോപ്പിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ലൈവിൽ നമ്മൾ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവിലത്തെ ആദ്യത്തെ 3-4 സ്ലൈഡുകളുണ്ട്. ഇത് കോമൺ സ്ലൈഡുകളാണ്. ഓക്കെ, ഇതിൽ ആദ്യം വരുന്നതാണ് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്, മിസ്റ്റേക്കാണ് നമ്മൾ, എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയും പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ആദ്യം നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പ് യുവർ സ്കിൽ ഔട്ട് ഓഫ് ദ കോളേജ്. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു സെറ്റ് ഓഫ് സ്കിൽസ് ആയിരിക്കും. ഒരുവിധം അല്ല എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ മെക്കാനിക്കലിൽ ഫൈനൽ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചിറങ്ങുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടൊരു സ്കില്ല് ഉണ്ടായിരിക്കാം. ഓക്കെ, അതിൽ നിന്ന് മാറിയിട്ടൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണം. എന്നാലാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു ജോലി നമുക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. നമ്മൾ ജോലിനെ ഫോക്കസ് ചെയ്തിട്ട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും കൂടുതൽ ആളോട് ചെയ്യുന്നൊരു കാര്യമാണ് വെയിറ്റ് ഫോർ എ റൈറ്റ് ടൈം. നമ്മളൊരു നല്ലൊരു സമയത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും. അത് കുറച്ചുകൂടി നല്ലത് അതല്ല, കുറച്ചുകൂടി നല്ലത് കുറച്ചുകൂടി കാത്തിരുന്ന് നല്ലൊരു സാലറി എനിക്ക് കിട്ടില്ലേ, നല്ലൊരു റോഷനിൽ മാറാൻ പറ്റില്ലേ, അങ്ങനെ കാത്തിരുന്നുകൊണ്ടേയിരിക്കും. ഫ്രഷറാണ് ഏറ്റവും കൂടുതൽ ചെയ്യുക, കുറേയധികം കാത്തിരിക്കും നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ഒരു ജോലിയിലേക്ക് കയറാം. ജോലിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. പഠിച്ചെടുത്തുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് വെക്കുക എന്നുള്ള ഐഡിയയൊക്കെ ആ സമയം കൊണ്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ വെച്ചാൽ ഒരു 5 years ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വെച്ചാൽ കുറച്ചുകൂടി ഐഡിയ കിട്ടും എങ്ങനെ പോകണം, നെക്സ്റ്റ് ഒരു ചേഞ്ച് എവിടെ ആയിരിക്കും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയാലാണ് ഇതൊക്കെ നടക്കുള്ളൂ. നമ്മുടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് കുറേ അധികം കാത്തു നിൽക്കുന്നതിൽ വലിയ മീനിങ് ഒന്നും എഞ്ചിനീയറിംഗ് സെക്ടറിലില്ല. എത്രയും പെട്ടെന്ന് ഇറങ്ങുന്നതാണ് എത്രയും നല്ലത്. പിന്നെ അടുത്തതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്ക് ഓഫ് സോഫ്റ്റ് സ്കിൽസ്. നമ്മൾ ഈ സോഫ്റ്റ് സ്കിൽസിൻ്റെ കാര്യം പറയണമെന്ന് വെച്ചാൽ കുറേ അധികം പറയണം. പക്ഷേ ഈ സോഫ്റ്റ് സ്കിൽസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നല്ല ലാംഗ്വേജ്, ടീം വർക്ക്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ കുറച്ച് സ്കില്ലുകളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇല്ലാത്ത കഴിവുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. സോഫ്റ്റ് സ്കിൽ ഇല്ലാണ്ട് നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പെട്ടെന്നൊന്നും ജോലിക്ക് നമ്മൾ എടുക്കില്ല. ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു ടാലൻ്റ് ആയിട്ടുള്ള നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള ഒരാളായിരിക്കാം, നിങ്ങൾക്ക് നല്ല സബ്ജക്റ്റിനെ പറ്റി നല്ല നോളജ് ഉണ്ടായിരിക്കും. പക്ഷേ സോഫ്റ്റ് സ്കിൽസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ 0 ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അധികം കാലം നിങ്ങൾക്ക് കമ്പനിയോട് ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെപ്പോഴും 2 പാരലായിട്ട് നമ്മൾ കൊണ്ടുപോകണം. സോഫ്റ്റ് സ്കിൽസും വേണം, നമ്മുടെ മെയിൻ സബ്ജക്റ്റിലുള്ള നോളജും കൂടെ വേണം. ഇത് രണ്ടും ഒരുമിച്ച് പോയാലാണ് ഒരു കമ്പനിയിൽ കുറച്ചധികം നാൾ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പറഞ്ഞൊരു പോയിന്റ് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സോഫ്റ്റ് സ്കിൽസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് 1 by 1 പതുക്കെ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ എന്നിട്ട് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. പോർട്ട്ഫോളിയോ എന്ന് ഉദ്ദേശിക്കുമ്പോൾ
മെയിനായിട്ട് ഇത് പറയുന്ന കാര്യം CV ആണ്. CV അല്ലെങ്കിൽ ബയോഡാറ്റ. നല്ല CV അടിപൊളിയായിട്ട് ഉണ്ടാക്കുക. നമുക്ക് ട്രാവൽ ചെയ്യാൻ പാസ്പോർട്ട് വേണം. അവിടെ നമുക്കൊരു ജോലി കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു മെയിൻ ഡോക്യുമെൻ്റ് ആണ് ബയോഡാറ്റ. ബയോഡാറ്റ ഇല്ലാണ്ട് ആരും നമുക്ക് ജോലി തരില്ല. ബയോഡാറ്റ നമ്മൾ കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യണം. അതൊരു നോക്കും, നല്ലതാണെങ്കിൽ അയച്ച് ഇൻ്റർവ്യൂവിന് വരാൻ പറയും. ഇതൊരു മെത്തേഡ് ഉണ്ട് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നല്ലൊരു ബയോഡാറ്റ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തയ്യാറാക്കുക. തയ്യാറാക്കിയിട്ട് ട്രയൽ റൺ അടിച്ച് നോക്കി നോക്കുക എന്നാണ്. ഒരു 10, 15, 20 CV അയക്കുക കമ്പനിക്ക്. അപ്പം എന്താ റെസ്പോൺസ് വരണമെന്ന് നോക്കി നോക്കുക. നമുക്ക് അറിയാം ഫ്രഷറാണെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ട്രയൽ അടിച്ച് നോക്കി നമ്മുടെ സ്കില്ലുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ജോലി കിട്ടുമോ, അപ്പോൾ എന്തൊക്കെ മോട്ടിവേഷൻ നമുക്ക് വരത്താം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിലാണ് ചെയ്ത് നോക്കുക. നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ വരുന്ന ഒരു പോയിന്റാണ് ലാക്ക് ഓഫ് മാർക്കറ്റ് സ്കോപ്പ്. നമുക്കിപ്പോൾ റൈറ്റ് സൈഡിൽ പിക്ചർ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പിക്ചേഴ്സിൽ കാണുന്നുണ്ട്. അതിൽ നമ്മുടെ ഇപ്പോൾ ഒരു മാർക്കറ്റിൽ പോയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഫ്രൂട്ട്സ് മാർക്കറ്റിൽ പോയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഫ്രൂട്ട്സ് ഇരിക്കുന്നുണ്ടാവും. പക്ഷേ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മെയിനായിട്ട് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു കാര്യം നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കിപ്പോൾ നിങ്ങൾ നല്ല സൂപ്പർവൈസർ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾ നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ കാൽക്കുലേഷനിലെ ഡിസൈനിങ്ങിൽ നിങ്ങൾ പുലിയായിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടായിട്ട് നിങ്ങൾ ആ ഒരു മേഖലയിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഒരു സൂപ്പർവൈസിങ് ചെയ്യുന്ന കഴിവുള്ള ആളായിരിക്കും, ഓടി നടന്ന് പണിയെടുത്ത് കുറേ അധികം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളായിരിക്കും. അങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പം നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ സ്കോപ്പ് കണ്ടുപിടിക്കുക, അതാദ്യം ചെയ്യുക. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അത് മാച്ച് ചെയ്ത് വരുന്നതാണ് ഫൈൻഡ് മൈ വാല്യൂ. നമ്മുടെ വാല്യൂസ് എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങളും അതിനെങ്ങനെ സോൾവ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും. ഓക്കെ, സോൾവ് ചെയ്യുന്ന കൂടെ തന്നെ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് നമ്മൾ വരുത്തുന്നത്. അപ്പോൾ ഈ പോയിന്റ്സ് ആണ് റഫിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു സ്ലൈഡിലേക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് നല്ലൊരു കരിയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. പഠിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നത് നമുക്ക് ജോലി കിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതിനൊരു പരിഹാരം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. പരിഹാരം നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആക്ച്വലി നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നമ്മൾ പ്രൊഫഷണലാണ്. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ് പഠിച്ചിറങ്ങിയതിന് ശേഷം നമുക്ക് ജോലി കിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ചെയ്യാൻ അതിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. ആ പ്രശ്നത്തിന് നമ്മൾ പരിഹാരം കണ്ടുപിടിക്കണം. അപ്പോൾ കരിക്കുലർ അക്കാദമി നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കുറേ അധികം ട്രെയിനിങ് സെക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ എസ്റ്റിമേഷൻ ഉണ്ട്, പ്ലാനിങ് ഉണ്ട്. ഇപ്പോൾ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അവൈലബിൾ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഇലക്ട്രിക്കലായാലും സിവിലായാലും മെക്കാനിക്കലായാലും കുറേ അധികം ട്രെയിനിങ് സെക്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യണം, കരിക്കുലർ അക്കാദമിയുടെ കയ്യിൽ അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്, അതിന് ട്രെയിനിങ് സെക്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ ഒരു എസ്റ്റിമേഷനിൽ പോയിട്ട് വർക്ക് ചെയ്യുക. എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ജോബാണ്. ഇപ്പോൾ കറണ്ട് മാർക്കറ്റിൽ നിങ്ങൾക്ക് വലിയ വെയിലൊന്നും കൊള്ളാണ്ട് സമാധാനമായിട്ട് ഓഫീസിലിരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ്. അപ്പോൾ ആ ഒരു ജോലി തിരഞ്ഞെടുക്കുക. നിങ്ങൾ ഇലക്ട്രിക്കലായിരിക്കും, സിവിലായിരിക്കും, മെക്കാനിക്കലായിരിക്കും, ഏത് പ്രൊഫഷൻ വേണം തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഈ MEP ഒരു പ്രൊഫഷനിലേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ളത്. അപ്പോൾ കുറേ അധികം ജോബ് ടൈറ്റിൽസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഈ ട്രെയിനിങ് സെക്ഷൻസ് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിനുള്ള എന്തൊക്കെ ടോപ്പിക്സ് ആണ്, എന്തൊക്കെ മൊഡ്യൂൾ എന്തൊക്കെ വരണമെന്ന് ഞാൻ അപ്കമിങ് സ്ലൈഡിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഇപ്പോൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാനിങ് ആണ്. എങ്ങനെയാണ് ഈ പ്ലാനിങ് സെക്ഷനിൽ എങ്ങനെയൊക്കെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്, പ്ലാനിങ്ങിന് എന്താണ് മെയിൻ ടോപ്പിക്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ചെറിയൊരു ബ്രേക്ക് ഞാൻ എടുക്കുന്നുണ്ട്. ബ്രേക്ക് എടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ലൈവിൽ കുറച്ചും കൂടി ആളുകൾ വരും. മെയിൻ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് മുന്നേ തന്നെ. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ സ്ലൈഡിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ലൈവ് വീണ്ടും ചെക്ക് ചെയ്യാണ് കേട്ടോ, ലൈവിൽ എത്ര പേര് വന്നിട്ടുണ്ടെന്ന്. ഓക്കെ, വീണ്ടും സെഷൻ കണ്ടിന്യൂ ചെയ്യാണ്. യെസ്, ഇപ്പോൾ സെക്ഷനിലേക്ക് വീണ്ടും നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് MEP പ്ലാനിങ്ങിലേക്ക് നിങ്ങൾക്ക് ഒരു നല്ലൊരു കരിയറായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും. ആ ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ ഇതിലെ ഈ ഒരു സെക്ഷനിലത്തെ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ ഇതിലൊരു പരിഹാരം നമ്മൾ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞല്ലോ, അതിൽ ആ പരിഹാരമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. പരിഹാരത്തിൽ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്ന കാര്യം MEP പ്രൊഫഷണൽ പ്ലാനിങ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു ട്രെയിനിങ് സെക്ഷനാണ് കരിക്കുലർ അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിലെന്തിനാണ് ഈ ഒരു കോഴ്സിന് കാര്യമാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറയാൻ പോകുന്നത്. ദിസ് കോഴ്സ് ഈസ് സ്പെസിഫിക്കലി ഫോർ സ്റ്റുഡൻസ് ഇൻ ദി മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് സിവിൽ എഞ്ചിനീയർ സെക്ടർ. MEP planning course is exclusively for diploma, BTech, ITA and ITA pass out students, pursuing students who would become planning engineers. നിങ്ങൾ പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ട് കറണ്ട് മാർക്കറ്റിൽ വർക്ക് ചെയ്യണം. അത് മിഡിൽ ഈസ്റ്റിലായിരിക്കാം, ഇന്ത്യയിലായിരിക്കാം, യൂറോപ്പിലായിരിക്കാം വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ട്രെയിനിങ് സെക്ഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് BTech സ്റ്റുഡൻസും അതുപോലെ തന്നെ ഡിപ്ലോമ പാസ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ITയിലുള്ള ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു പ്രൊഫഷണലായാലും നിങ്ങൾക്ക് അതിന് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രെയിനിങ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ട്രെയിനിങ്ങിൻ്റെ കൂടെ തന്നെ ട്രെയിനിങ് ഒക്കെ ചെയ്യും, തിയറിയൊക്കെ പഠിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണം. പ്രൊജക്റ്റ് ചെയ്യാണ്ട് നമുക്ക് കറണ്ട് മാർക്കറ്റിൽ പോയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ കറണ്ട് മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള 3 കാറ്റഗറി ഓഫ് പ്രൊജക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ റെസിഡൻഷ്യൽ വില്ല ചെയ്യുന്നുണ്ട്, അവിടെ തന്നെ 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 കാറ്റഗറി ഓഫ് പ്രൊജക്ട്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിലെങ്ങനെയാണ് നമുക്ക് പ്ലാനിങ് എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ സ്കെഡ്യൂളിങ് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പ്രൊജക്റ്റിൽ നമ്മൾ കവർ ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് നമുക്ക് വേണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊജക്ട്സ് അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല എന്താണ് MEP പ്ലാനിങ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ട് യാതൊരു ഐഡിയ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ റഫായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ചെറിയൊരു ഇൻട്രഡക്ഷൻ പോലെ ഞാൻ പറഞ്ഞുതരാം എന്താണ് MEP പ്ലാനിങ് ഉദ്ദേശിക്കുന്നത് എന്താണ്. ഓക്കെ, MEP പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MEP പ്ലാനിങ്, ഓക്കെ, അതിൽ പ്രൊജക്ട് പ്ലാനിങ് ഈസ് എ ഡിസിപ്ലിൻ അഡ്രസ്സിങ് how to complete project in a certain time frame, okay, usually with the defined stages and designated resource. നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സും ബാക്കിയുള്ള ഇൻഫർമേഷൻസും നോളജ് ബേസ് ഒക്കെ വെച്ചതിന് ശേഷം ഒരു ടൈം ഫ്രെയിമിൽ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഓക്കെ, ആ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്കെഡ്യൂളും അതുപോലെ ഒരു പ്ലാനിങ് ഒരു സംഭവം ഉണ്ടാക്കും. അത് ഉണ്ടാക്കുന്ന ഒരു മെത്തഡോളജിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് ഈ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ MEP പ്ലാനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതാണ് ഞാൻ അടുത്ത് പറയാൻ പോണത്. പ്ലാനിങ് ആൻഡ് സ്കെഡ്യൂളിംഗ് ഓഫ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഇസ് കോൾഡ് ദി MEP, ഓക്കെ, സിസ്റ്റം ഇൻ എ കൺസ്ട്രക്ഷൻ പ്രൊജക്ട്. കൺസ്ട്രക്ഷൻ ഫീൽഡിനുള്ളിലത്തെ പ്രൊജക്റ്റിലത്തെ അതിൽ പ്ലാനിങ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ MEP പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് ബിൽഡിംഗ് ഡിസൈൻ ആൻഡ് ദി പ്രൊജക്ട് എക്സിക്യൂഷൻ ദാറ്റ് എൻഷുർ ഓൾ ദി MEP കമ്പോണൻസ് ആർ ഇൻസ്റ്റാൾഡ് എഫിഷ്യൻ്റ്ലി ഓൺ ടൈം. ഒരു പ്രൊജക്റ്റിൽ കുറേ അധികം എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരിക്കാം, കുറേ അധികം ഐറ്റംസ് ഉണ്ടായിരിക്കാം. ഇതല്ലാതെ നമ്മൾ ഫിക്സ് ചെയ്യണം, ഓൺ ടൈമിൽ ഫിക്സ് ചെയ്യണം. അല്ലാതെ പറഞ്ഞൊരു ടൈം ലൈൻ അല്ലാണ്ട് ഒരു 5 വർഷം എടുത്തിട്ട് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ആ പറഞ്ഞ ടൈം ഫ്രെയിമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം, അത് ഇൻസ്റ്റാൾ ചെയ്യുകയും വേണം. ഓക്കെ, ഇൻ കോർഡിനേഷൻ വിത്ത് ദി റെസ്റ്റ് ഓഫ് ദി കൺസ്ട്രക്ഷൻ വർക്ക്. അതായത് നമ്മൾ ഒരു MEP ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് MEP ഫീൽഡിന് കൂടെ തന്നെ ചേർന്ന് നിൽക്കുന്ന കുറേ അധികം അനദർ ഡിസിപ്ലിൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു സ്ട്രക്ചറൽ ടീമായിരിക്കാം, ഇൻറ്റീരിയർ ഡിസൈനിങ് ടീമായിരിക്കാം, സിവിലിൻ്റെ ടീമായിരിക്കാം. അപ്പോൾ MEP എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഡിസിപ്ലിൻ്റെ കൂടെ തന്നെ അവരും കൂടി നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ട് വേണം നമ്മൾ പ്ലാനിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അല്ല നമ്മൾ ഒരു ഐസൊലേറ്റ് ആയിട്ട് ഒരു പ്ലാനിങ് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാൻ കുറച്ചധികം കാലം ഒന്നും ഓടാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ അതുകൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കണം ഒരു പ്ലാനിങ് നമ്മൾ തയ്യാറാക്കാം. പ്ലാനിങ്ങിന് വേണ്ടി ഒരു പ്ലാനിങ് സ്കെഡ്യൂൾ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളൊരു MEP പ്ലാനിങ് എഞ്ചിനീയർ ആണെന്ന് വെച്ചാൽ ബേസിക്കലി ചെയ്യുന്ന കാര്യം റിസോഴ്സും ആക്ടിവിറ്റീസൊക്കെ പ്ലാൻ ചെയ്യുക ഫോർവേഡ് എത്രത്തോളം നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. ഒരു പറഞ്ഞ ടൈം ഫ്രെയിമിൽ ഒരു 2 ഇയേഴ്സിൻ്റെ ഒരു പ്രൊജക്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കിലി ആക്ടിവിറ്റീസ്, ഡേ ആക്ടിവിറ്റീസ് ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് അതിനൊപ്പം തന്നെ അതിൻ്റെ റിസോഴ്സും കൂടെ പ്ലാൻ ചെയ്യണം, മെറ്റീരിയലും കൂടെ പ്ലാൻ ചെയ്യണം. റിസോഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ മാൻ പവർ ആയിരിക്കാം, മെറ്റീരിയൽസ് ആയിരിക്കാം, ആക്സസറീസ് ആയിരിക്കാം, മെഷീനറീസ് ആയിരിക്കും, ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ. ഓക്കെ, അപ്പോൾ അതിന് താഴെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബ്ലോക്കുകൾ കാണാൻ പറ്റും. അതിൽ ആദ്യം വരുന്നത്
നമുക്ക് പ്ലാനിങ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ സ്കെഡ്യൂളിങ് ചെയ്യണം. ഒരു ടൈം ഫ്രെയിം ഇട്ടിട്ട് ഈ പ്രൊജക്റ്റ് ആയാലത്തെ അതിൽ ഫസ്റ്റത്തെ ഒരു ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റിക്ക് ഒരു സമയം കൊടുത്തിരിക്കുന്നത് 5 ദിവസമാണ് കൊടുത്തിരിക്കുന്നത്. ഈ 5 ദിവസത്തിനുള്ളിൽ ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആക്കണം. അതിൻ്റെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആക്കുമ്പോൾ തന്നെ അതിന് പാരലായിട്ട് വേറെ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യണം. നമ്പർ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യണം. ഏതൊക്കെ ടൈം ഫ്രെയിമിൽ എത്ര സമയം എടുത്തിട്ട് ആക്ടിവിറ്റി സ്റ്റാർട്ട്, അതൊക്കെയാണ് ഈ സ്കെഡ്യൂളിങ്ങിൽ ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ആക്ടിവിറ്റി മാത്രമല്ല, നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് പാരലായിട്ടും ക്രോസ് ആയിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ അത് ബെസ്റ്റായിട്ട് പ്ലാൻ ചെയ്യാന്നാണ്, അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ഷെഡ്യൂൾ ചെയ്യാൻ തയ്യാറാക്കുക. അതൊക്കെയാണ് പ്ലാനിങ് എഞ്ചിൻ ബേസിക്കലി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും പോകണം കേട്ടോ, താഴത്ത് പോകണമെന്ന് വെച്ചാൽ ഓരോ ബ്ലോക്കുകൾ കാണാം. അതിൽ പ്ലാനിങ് ഉണ്ട്, ഷെഡ്യൂളിംഗ് ഉണ്ട്. അത് ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, അതിൻ്റെ കൂടെ തന്നെ കോർഡിനേഷൻ ആൻഡ് കൺട്രോളിങ്, ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തതാണ് ഇത് MEP പ്ലാനിങ് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു ഇലക്ട്രിക്കലിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് മെക്കാനിക്കൽ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് പ്ലാനിങ് എഞ്ചിനീയർ പോകാൻ പറ്റില്ല. ഒരു പ്ലാനിങ് എഞ്ചിനീയർ ഒരു ഷെഡ്യൂളിങ്ങോ അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിസ്റ്റോഗ്രാം തയ്യാറാക്കുന്ന സമയത്ത് എല്ലാ ഡിസിപ്ലിൻസിനും കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു പ്ലാനിങ് ഷെഡ്യൂളിങ് തയ്യാറാക്കാനായിട്ട് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാതും അറിഞ്ഞിരിക്കണം, എല്ലാ ഡിസിപ്ലിനെ പറ്റി അറിഞ്ഞിരിക്കണം, സിവിലിനെ പറ്റി അറിഞ്ഞിരിക്കണം. പക്ഷെ നിങ്ങൾ പഠിച്ചിട്ട് ചിലപ്പോൾ ഇലക്ട്രിക്കലായിരിക്കാം, അപ്പോൾ സിവിലിനെ പറ്റി എങ്ങനെ അറിയുക? അപ്പോൾ അതിനുള്ള ട്രെയിനിങ്സൊക്കെ കരിക്കുലർ അക്കാദമിയുടെ കോഴ്സ് സിലബസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെക്കാനിക്കൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ സിവിലിനെ പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല. അപ്പോൾ സിവിലിനെ പറ്റിയിട്ടുള്ള കുറച്ച് നോളജ് വേണം. അതിലുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ബ്രിക്ക് ലൈവിൻ്റെ എത്ര സമയം എടുക്കും, ഡോർ ഫിക്സ് ചെയ്യാൻ എത്ര സമയം എടുക്കും. മെക്കാനിക്കലാണെങ്കിൽ വെച്ചാൽ മെക്കാനിക്കൽ പൈപ്പ് റൈസർ ഫിറ്റ് ചെയ്യണം, ഒരു എക്യുപ്മെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരു 5th ഫ്ലോറിൽ പോയിട്ട് ഒരു AC ഫിറ്റ് ചെയ്യണം, ഒരു AC ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ എത്ര സമയം എടുക്കും, എത്രത്തോളം മാൻ പവർ വേണം, എത്രത്തോളം ആക്സസറീസ് വേണം, ഇതെല്ലാതും ഒരു പ്ലാനിങ് എഞ്ചിനീയർ ആയി തീരുമാനിക്കണം. അതനുസരിച്ചിട്ടാണ് ഒരു പ്രൊജക്റ്റ് ടീമിൽ അതിലുള്ള ലേബേഴ്സും ടെക്നീഷ്യൻസൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ ഗോൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു MEP പ്ലാനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. പ്ലാനിങ് എന്ന് പറഞ്ഞത് എല്ലാ സെക്ടറിലും ഉള്ള ഒരു സംഭവമാണ്. എല്ലാ പ്രൊജക്റ്റിലും, ഇപ്പോൾ IT പ്രൊജക്റ്റ് ആയാലും ഏതൊരു ഫീൽഡിൽ ഒരു പ്രൊജക്റ്റ് ആയാലും ഒരു പ്ലാനിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. പക്ഷെ നമ്മളത് MEP ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ MEP ഫീൽഡിലത്തെ ആ ഒരു പ്ലാനിങ്ങിന് MEP പ്ലാനിങ് എന്നാണ് അതിന് പറയുന്നത്. അതിലുള്ള ജോബിലെ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും വരാം. നമ്മൾ ഒരു MEP എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കലോ മെക്കാനിക്കലോ മാത്രമല്ല, ബാക്കിയുള്ള സിവിലും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഡിസിപ്ലിൻസിലും നമ്മളൊരു കൺസ്ട്രക്ഷൻ ഫീൽഡിലത്തെ ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ എല്ലാം കൺസിഡർ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യമൊക്കെ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ്. ചെറിയ ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. MEP പ്ലാനിങ് എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീണ്ടും ലൈവിലേക്ക് പോയിട്ട് നോക്കുന്നുണ്ട്, ലൈവിൽ എത്രത്തോളം ആൾ വന്നിട്ടുണ്ടെന്ന്. ഓക്കെ, യെസ്, ലൈവ് ഓക്കെയാണ്. ഓക്കെ, പിന്നെ ഇനി നമുക്ക് അടുത്തായിട്ട് പറയേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രൊജക്റ്റ് ലൈഫ് സൈക്കിൾ. ഈ ലൈഫ് സൈക്കിൾ പറയാണ്ട് ഒരു പ്രൊജക്റ്റിനുള്ളിലത്തെ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ എല്ലാവരും സ്ലൈഡ് കാണുന്നുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇതിലിപ്പോൾ ഇതിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ് അങ്ങനെ ചെയ്യുന്നത്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതിനൊരു ക്ലയൻറ്റ് വേണം, അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കുറേ മാൻ പവർ വേണം, കുറേ എക്യുപ്മെൻറ്റ്സ് വേണം. ഇതെല്ലാതും ഒരു പ്രൊജക്റ്റിൻ്റെ ഏത് ഭാഗത്തൊക്കെ ആയിട്ടും വരാം, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആയിട്ട് നടക്കാം. ഇതെല്ലാതും കൂടി ചേർക്കുന്ന ഒരു സൈക്കിളാണ് ഈ പ്രൊജക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രൊജക്റ്റ് ലൈഫ് സൈക്കിളിൽ കുറേ അധികം സ്റ്റെപ്പുകളുണ്ട്, സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫേസസ് ഉണ്ട്. ചിലർ ഫേസ് പറയും, ചിലർ സ്റ്റേജസ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ഒരു സംഭവമാണ്, ഫസ്റ്റത്തെ ഒരു ബ്ലോക്കാണ് അല്ലെങ്കിൽ ഫേസ് ആണ് ഇനീഷ്യേഷൻ എന്ന് പറയും. ഇനീഷ്യേഷനിലായിരിക്കും ക്ലയൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് ഡിസൈനാണ് നമുക്ക് വേണ്ടത്, എത്രത്തോളം ബജറ്റ് എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് എത്രത്തോളം ബജറ്റിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും, എവിടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എത്രയാണ് നമ്മുടെ ടൈം ലൈൻ, എത്രയാണ് നമുക്ക് വേണ്ടത്, ഇതെല്ലാം ഇനീഷ്യേഷൻ ഫേസിലായിരിക്കും നമ്മൾ ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞുള്ള ഫേസ് അങ്ങനെയാണ്. അതിന് ശേഷം പിന്നെ വരുന്ന ഒരു ഫേസാണ് പ്ലാനിങ് ഫേസ്. അപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിനുള്ളിലത്തെ ഒരു പ്ലാനിങ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു പ്രൊഫഷണൽ വിട്ട് എല്ലാവരും ഈ പ്ലാനിങ് സൈഡിലായിരിക്കും വരാം. അതായത് ഇത് ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു സൈക്കിളാണ്. ആ സൈക്കിളിനുള്ളിൽ പ്ലാനിങ് ഫേസിലായിരിക്കും വരാം. ഈ പ്ലാനിങ് ഫേസിലായിരിക്കും എസ്റ്റിമേറ്റർ വരാം, അതുപോലെ തന്നെ പ്ലാനിങ് എഞ്ചിനീയർ വരാം. ഇവരെല്ലാവരും ഈ ഒരു ഫേസിലായിരിക്കും വരാം. ഇവിടെ വെച്ചിട്ടാണ് ഒരു പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള സ്കെഡ്യൂളിങ്, ആക്ടിവിറ്റീസ് എന്തൊക്കെ നടക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുക. അതുപോലെ തന്നെ എസ്റ്റിമേഷനും ബജറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു ഫേസിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം
പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫേസിലാണ് നമുക്ക് അറിയാൻ പറ്റും. പ്ലാനിങ് നടക്കുന്ന ഒരു സ്റ്റേജാണത്. ഇവിടെ വെച്ചിട്ടാണ് ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിലുള്ള റിസോഴ്സസ്, എക്യുപ്മെൻറ്റ്സ്, മാൻ പവർ, ഈ കാര്യങ്ങളല്ലാതും അറേഞ്ച് ചെയ്യുന്നത്. എങ്ങനെ, ഏതൊക്കെ ആക്ടിവിറ്റീസ് ഏതൊക്കെ സമയം നടക്കണം. ചിലപ്പോൾ ഒരു സൈറ്റിലേക്ക് ലോങ് ലീഡായിട്ട് വരുന്ന കുറേ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കാം. കുറേ സമയം എടുത്തുകൊണ്ട് 3-4 കൺട്രീസൊക്കെ ക്രോസ് ചെയ്ത് വരുന്ന മെറ്റീരിയൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെറ്റീരിയൽസൊക്കെ നേരത്തോടെ നമ്മൾ ഓർഡർ ചെയ്യണം. പെട്ടെന്ന് പോയിട്ട് കംപ്ലീറ്റ് ചെയ്യണം, നെക്സ്റ്റ് മന്തിൽ വേണമെന്ന രീതിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ മെറ്റീരിയൽ ആ സമയത്ത് എത്തില്ല. അപ്പോൾ ഡിലേ വരും പ്രൊജക്റ്റിൽ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് വേണം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അതുപോലെ ജോബ് ടൈറ്റിൽസ് അല്ലാതെ വരുന്നത് ഈ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്ലാനിങ് ഫേസിലാണ്. പ്ലാനിങ് ഒക്കെ ചെയ്തു, എല്ലാം റെഡിയാണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? അത് എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആരാണ്? പ്രൊജക്റ്റ് ടീം മെമ്പേഴ്സാണ്. ടീം മെമ്പേഴ്സ് ഒരു പ്രൊജക്റ്റിൽ കുറേ അധികം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ അധികം എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കും, ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും, കുറേ ലേബേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പ്ലാനൊക്കെ തയ്യാറാക്കി, എസ്റ്റിമേഷൻ അവിടെ സൈഡിലുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് MEP പ്ലാനിങ്ങിന് ഇമ്പോർട്ടൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്ലാനിങ് ഒക്കെ നമ്മുടെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹിസ്റ്റോഗ്രാം, മാൻ പവർ ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസിനും എത്രയധികം മാൻ പവർ നമുക്ക് വേണം, എത്രയധികം മണിക്കൂറുകൾ വർക്ക് ചെയ്യണം, എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെ വേണം, അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് എക്സിക്യൂഷനിലേക്കാണ്. എക്സിക്യൂഷനിൽ വെച്ചിട്ടാണ് ഒരു പ്രൊജക്റ്റിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാതും ഇൻ റിയാലിറ്റിയിൽ നടക്കുന്നത്. ഇവിടെ വെച്ചിട്ട് എല്ലാ എക്യുപ്മെൻറ്റ്സും ആക്ടിവിറ്റീസും പ്രോസസ്സും അല്ലാതെ അവിടെ വെച്ചിട്ട് എല്ലാതും വർക്കിംഗ് നടക്കും. വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ സൈറ്റിൽ അല്ലാതും ഇംപ്ലിമെൻ്റ് ചെയ്യും. ഇവിടെയാണ് സൈറ്റ് എഞ്ചിനീയേഴ്സൊക്കെ വരുന്നത്. സൈറ്റ് എഞ്ചിനീയേഴ്സ്, സേഫ്റ്റി എഞ്ചിനീയേഴ്സ്, QA&QC, ഇവരൊക്കെ ഈ ഒരു സെക്ടറിലായിരിക്കും വരാം. ഒരു പ്രൊജക്റ്റിൻ്റെ ഉള്ളിലത്തെ ഈ എക്സിക്യൂഷൻ ഫേസിലായിട്ട് വരെ ഇനിയും കുറേ ജോബ് ടൈറ്റിൽസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഏതൊരു പ്രൊഫഷനാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പ്രൊഫഷനിലേക്കാണ് പോകുന്നത്, ഈ പ്രൊജക്റ്റ് ലൈഫ് സൈക്കിളിനുള്ളിൽ ഏതൊരു ഭാഗത്താണ് നിങ്ങൾ വർക്ക് ചെയ്യണത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനായിരിക്കാം, അവർ കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൽ ഏതൊരു ഫേസിലാണ് നിങ്ങളുടെ ജോബ് റോൾ വരുന്നത്. സ്റ്റാർട്ടിങ്ങിലാണ്, ഇനിഷ്യേഷനിലാണോ വരുന്നത്, അല്ലെങ്കിൽ എക്സിക്യൂഷനിലാണോ വരുന്നത്, ഏതൊരു ഫേസിലാണ് വരുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങളൊരു പ്ലാനിങ് എഞ്ചിനീയറോ എസ്റ്റിമേറ്ററോ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത് പ്ലാനിങ് ഫേസിലായിരിക്കും. സൈറ്റ് എഞ്ചിനീയറാണ്, പ്രൊജക്ട് എഞ്ചിനീയറാണ്, പ്രൊജക്ട് മാനേജറാണ്, ഈ ടീംസ് അല്ലാതെ വരുന്നത് എക്സിക്യൂഷൻ ഫേസിലാണ്. സേഫ്റ്റി എഞ്ചിനീയർ, ഇതൊക്കെ എക്സിക്യൂഷൻ ഫേസിലാണ്. കുറേ ജോബ് ടൈറ്റിൽസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് റഫായിട്ട് പറഞ്ഞോളൊക്കെ, അറിയുന്ന കുറച്ച് പേര് പെട്ടെന്ന് ഓർമ്മ വരുമെന്ന് പറഞ്ഞോളൂ കേട്ടോ. ഇനി വരുന്നത് നെക്സ്റ്റ് ഒരു ഫേസ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ആണ്. എന്താണ് ഈ ക്ലോസിംഗ് ഉദ്ദേശിക്കുന്നത്? ഒരു പ്രൊജക്റ്റ് വർക്കിംഗ് കഴിഞ്ഞു, ടെസ്റ്റിംഗ് കമ്മീഷനിങ് കഴിഞ്ഞതിന് ശേഷം പ്രൊജക്റ്റ് ക്ലോസ് ചെയ്യാൻ പോവാണ്. ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ഓവർ ചെയ്തു, ക്ലയൻറ്റിന് ഹാൻഡ് ഓവർ ചെയ്തു, അവിടെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. പിന്നെ ഫൈനലായിട്ടുള്ള മീറ്റിങ്സും വാറണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഡോക്യുമെൻറ്റേഷൻ വർക്കൊക്കെ അവസാനിക്കുന്ന ഒരു മെത്തേഡിനെയാണ് ക്ലോസിംഗ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്രൂവൽസ്, ഗവൺമെൻറ് ഡോക്യുമെൻറ്റേഷൻ ഇതല്ലാതെ ഇവിടെ വെച്ചിട്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഈ പ്രൊജക്റ്റ് ലൈഫ് സൈക്കിളിനെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു പ്ലാനിങ് എഞ്ചിനീയറിന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കരിക്കുലർ അക്കാദമിയുടെ സിലബസിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും നെക്സ്റ്റ് ഒരു ഫേസിലേക്ക് നമ്മൾ പോവാണ്. നെക്സ്റ്റ് ഒരു ഫേസിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടി MEP പ്ലാനിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, MEP പ്ലാനിങ്ങിൽ 1 by 1 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. അതിൽ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു വെച്ചാൽ വാട്ട് ഈസ് ഇൻവോൾവ് ഇൻ ദി MEP പ്ലാൻ. MEP പ്ലാനിങ്ങിൽ മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, ടോപ്പിക്സാണ് വരാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ലൈവ് സെക്ഷൻ ഉദ്ദേശം തന്നെ MEP പ്ലാനിങ്ങിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരു ലൈവ് സെക്ഷനാണ്. പ്ലാനിങ് നമുക്ക് പഠിക്കാൻ പറ്റുമോ, എന്തൊക്കെ ടോപ്പിക്സാണ് കവർ ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു പോയിന്റ് ആണ് അണ്ടർസ്റ്റാൻഡിങ് ഡിസൈൻ ഡ്രോയിങ്സ്, ഇൻട്രാക്റ്റിംഗ് ആർക്കിടെക്ചറൽ, സ്ട്രക്ചറൽ ആൻഡ് MEP ഡ്രോയിങ്സിനെ പറ്റിയിട്ട് നല്ലൊരു ഐഡിയ, നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചേഴ്സ്, ബേസിക്കലി എന്ന് പറയുന്നത് WBS, വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചേഴ്സ്. ഈ പ്ലാനിങ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നവർക്കാണെന്ന് വെച്ചാൽ ഭയങ്കര ഫെമിലിയർ ആയിരിക്കും ഈ ഒരു വേർഡ്. ബ്രേക്കിംഗ് ദി MEP സ്കോപ്പ് ഇൻ മാനേജബിൾ പാർട്സ്, ഒരു വലിയൊരു ആക്ടിവിറ്റീനെ ചെറിയ പോർഷൻസ് ആക്കിയിട്ട് മാറ്റുക, ചെറിയ ആക്ടിവിറ്റീസ് ആയിട്ട് മാറ്റുക. ഇനിയാണ് WBS എന്ന് പറയുന്നത്. ഓക്കെ, വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ, ചെറിയ ആക്ടിവിറ്റീസ്. ഇപ്പോൾ ആക്ടിവിറ്റി ബി, അപ്പോൾ ഒരു ആക്ടിവിറ്റി ആയി കഴിഞ്ഞിട്ടായിരിക്കണം ആക്ടിവിറ്റി ബി ചെയ്യേണ്ടത്. ചിലപ്പോൾ ആക്ടിവിറ്റി എയുടെ കൂടെ തന്നെ ആക്ടിവിറ്റി ബി ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനത്തെ കുറച്ച് വർക്കുകളുണ്ടായി. ഇതല്ലാതെ പ്ലാനിങ് എഞ്ചിനീയറാണ് ഡിസൈഡ് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തതാണ് സ്കെഡ്യൂളിംഗ് ആക്ടിവിറ്റീസ്. പ്ലാനിങ് സ്റ്റാർട്ട്സ് ആൻഡ് ഡേറ്റ്സ് ഫോർ ഈച്ച് MEP ടാസ്ക്. എക്സാമ്പിൾ ഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നു, പൈപ്പ് ഫിറ്റ് ചെയ്യുന്നു, കേബിൾ പുള്ളിങ് ചെയ്യും. ഇതെല്ലാതും MEP പ്ലാനിങ്ങിൽ വരുന്ന ഓരോരുത്തരും ആക്ടിവിറ്റീസാണ്. അതിനുള്ള സ്കെഡ്യൂളിങ്ങുകളും ടൈം ലൈൻസ് എല്ലാം തയ്യാറാക്കേണ്ടത് പ്ലാനിങ് എഞ്ചിനീയറാണ്.
ഓക്കെ. പിന്നെ വരുന്നതാണ് റിസോഴ്സ് അലോക്കേഷൻ. എന്താണ് റിസോഴ്സ് അലോക്കേഷൻ? പേരിൽ തന്നെ ഉണ്ട് റിസോഴ്സ് എന്നാണ്. റിസോഴ്സ് എന്ന് പറയുമ്പോൾ ലേബേഴ്സ് ആയിരിക്കാം, മെറ്റീരിയൽസ് ആയിരിക്കാം, എക്യുപ്മെൻറ്റ്സ് ആയിരിക്കാം. ഓക്കെ, ഇതെല്ലാതും പ്രോപ്പറായിട്ട് ഏത് ആക്ടിവിറ്റിയുടെ കൂടെ അലോക്കേറ്റ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് പ്ലാനിങ് എഞ്ചിനീയർ ആയിരിക്കും. ഇപ്പോൾ നമുക്കൊരു ക്രെയിൻ വേണം, 2 മാസം കഴിയുമ്പോൾ ഒരു 15-ാം തീയതി ആയിട്ട് എനിക്കൊരു ക്രെയിൻ ആവശ്യമുണ്ട്, 10 ദിവസത്തേക്ക് ക്രെയിൻ വേണം. ഇത് ആദ്യമായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത് ആരാണ്? പ്ലാനിങ് എഞ്ചിനീയറാണ്. പ്ലാനിങ് എഞ്ചിനീയർ പറയും നമുക്കൊരു ക്രെയിൻ്റെ ആവശ്യമായിട്ട് വരുന്നുണ്ട്, അപ്പോൾ അത് ആദ്യം എഞ്ചിനീയേഴ്സിനോട് പറയും, അങ്ങനെ അപ്രൂവൽ എടുക്കും. അങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് റൺ ചെയ്യുന്നത്. അപ്പോൾ പ്ലാനിങ് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ജോബ് ടൈറ്റിലാണ്. അപ്പോൾ ഏതൊരു പ്രൊജക്റ്റ് നടക്കുമ്പോഴും ഒരു പ്ലാനിങ് എഞ്ചിനീയറോ എസ്റ്റിമേറ്ററോ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്നും ഒരാൾക്ക് മാറ്റി കളയാനായിട്ട് പറ്റില്ല. ഇതില്ലാണ്ട് ഒരു വർക്കും ഒരു പ്രൊജക്റ്റ് നടക്കില്ല. അപ്പോൾ അത്രയധികം ഇമ്പോർട്ടൻസ് കറണ്ട് മാർക്കറ്റിൽ ഈ ജോബ് ടൈറ്റിൽസിന് ഉണ്ട്. ആദ്യം മനസ്സിലായി. ഇങ്ങനത്തെ ജോബ് ടൈറ്റിൽസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്, നല്ല സാലറി ഉള്ള ജോബ് ടൈറ്റിൽസ് ആണ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് സീക്വൻസിങ്. സീക്വൻസിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈഡിങ് ദ ഓർഡർ ഇൻ വിച്ച് ദ ടാസ്ക് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ടു അവോയ്ഡ് ദ ക്ലാഷ്. അത് വെച്ച് കഴിഞ്ഞാൽ ക്ലാഷ് കൂടാതെ കുറേ അധികം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല. ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 കണക്കിന് ആക്ടിവിറ്റീസ് ഒരുമിച്ച് നടക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ ചില ആക്ടിവിറ്റീസ് ക്ലാഷ് ആവാൻ പാടില്ല. അപ്പോൾ ക്ലാഷ് ആവാൻ പാടാത്ത കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ മനസ്സിലാക്കേണ്ട പ്രൊഫഷണൽസ് MEP പ്ലാനിങ് എഞ്ചിനീയേഴ്സാണ്. ഓക്കെ. പിന്നെ വരുന്നതാണ് നമുക്കിതിൻ്റെ മോണിറ്ററിങ് ചെയ്യണം. നമ്മൾ ഏതൊരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന് മോണിറ്റർ ചെയ്യണം. ഇപ്പോൾ കറണ്ട് മാർക്കറ്റിൽ നമുക്ക് സോഫ്റ്റ്വെയർസൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ പ്രൈമേറ P6 പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. അവിടെ തന്നെ MS പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ. വളരെ ബേസിക് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസാണ്. ഈ സോഫ്റ്റ്വെയർസാണ് ഇങ്ങനത്തെ ഓരോ ആക്ടിവിറ്റീസിനെ ട്രാക്ക് ചെയ്യുന്നത്, മോണിറ്റർ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ പ്രൊജക്ട് എഞ്ചിനീയർ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സിസ്റ്റത്തിനുള്ളിൽ അതിന് ഡാഷ്ബോർഡ് ഉണ്ടായിരിക്കും. ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഒരു ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, ഈ ആക്ടിവിറ്റീസൊക്കെയാണ് കറണ്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്യുപ്മെൻറ്റ് വരാൻ ഡിലേ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു താഴെ സൈഡിൽ ഒരു റെഡ് കളർ ഒന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വർക്ക് ഡിലേ ആണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പ്രൊജക്ട് എഞ്ചിനീയർ ആണെങ്കിൽ വെച്ചാൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. കുറേ അധികം ആക്ടിവിറ്റീസ് ഉള്ള കാരണം എല്ലാവരും മറന്നു പോകും പെട്ടെന്ന്. പക്ഷേ നമുക്ക് മറന്നു പോകാനും പാടില്ല. നമുക്ക് ആക്ടിവിറ്റീസ് എല്ലാതും അത്യാവശ്യമായിട്ട് അറിയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ആക്ടിവിറ്റീസും മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാഷ്ബോർഡ് ഉണ്ടായിരിക്കുക. ഡാഷ്ബോർഡിലായിരിക്കും എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ അതിന് വേണ്ടി സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ എടുത്ത് പറയുന്ന സോഫ്റ്റ്വെയർ പ്രൈമേറ P6 പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അത് ഇൻഡസ്ട്രി ഗ്രേഡിലുള്ള കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ ആണ് കറണ്ടിലി പ്ലാനിങ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ താഴെ കാണാൻ പറ്റും നമുക്ക് അറ്റത്തൊരു JCB എന്ത് പേരാണോ വിളിക്കാം നിൽക്കുന്നുണ്ട്. അതൊരു മെഷീനറിയാണ്. ഓക്കെ. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് പൈപ്പ് എടുക്കുന്നുണ്ട്. അതൊരു മെറ്റീരിയലാണ്. നമ്മൾ എഞ്ചിനീയറായിട്ട് ഇപ്പോൾ പിക്ചർ നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ എടുത്ത് പറയണം, സെപ്പറേറ്റ് ആക്കി പറയണം. ഇപ്പുറത്ത് തൊട്ട് ഫസ്റ്റത്തെ ഒരു സെക്ഷനിലെ ഒരു പിക്ചർ എന്ന് പറയുന്നത് കുറേ ആളുകൾ കൂടി നിന്നിട്ട് എന്തോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പറഞ്ഞ് മാൻ പവറായിട്ട് കൂട്ടാം, ഒരു പ്രൊജക്ട് ടീമായിട്ട് കൂട്ടാം. അപ്പോൾ ഈ കമ്പോണൻസ് ഒക്കെ ഒരു പ്ലാനിങ്ങിലേക്ക് നമുക്ക് വേണം. മെറ്റീരിയൽ വേണം, മെഷീനറീസ് വേണം. മെഷീനറീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ JCB ആണ് വെച്ചിരിക്കുന്നത്, ക്രെയിൻ ആയിരിക്കാം, ചിലപ്പോൾ വേറെ മെറ്റീരിയൽ എന്താ പറയുന്നത് മെഷീനറീസ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിരിക്കാം കേട്ടോ. ഇതൊരു എക്സാമ്പിളാണ്. പിന്നെ ഫ്രണ്ടിൽ മാൻ പവർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് MEP പ്ലാനിങ് വർക്കൗട്ട് ആവുന്നത്. ഓക്കെ. അപ്പോൾ ഇത് മനസ്സിലായത് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വെച്ചാൽ ലൈവിൽ ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ്, എന്തിനാണ് MEP പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്? എന്തുകൊണ്ടാണ് ഈ കറണ്ട് മാർക്കറ്റിൽ ഒരു പ്രൊജക്റ്റിലൊക്കെ MEP പ്ലാനിങ്ങിൻ്റെ ആവശ്യകത എന്താണ്? അതിലാദ്യം തന്നെ വരുമ്പോൾ ഫസ്റ്റ് തന്നെ എടുത്തു പറയേണ്ട കാര്യം അവോയ്ഡ് ഡിലേസ് ആൻഡ് റീവർക്ക്. നമ്മൾ പ്ലാനിങ് ഇല്ലാണ്ട് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വെച്ചാൽ ഏത് സമയത്തും ഒരു റിസ്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു ഡിലേ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ആരും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. പ്രൊജക്ട് എഞ്ചിനീയർ പോയിട്ട് സേഫ്റ്റി എഞ്ചിനീയർ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. QC പോയിട്ട് പ്ലാനിങ് എഞ്ചിനീയർ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്ലാനിങ് അത്യാവശ്യമാണ്. പ്രോപ്പറായിട്ട് നമ്മൾ പറഞ്ഞ ടൈം ലൈനിൽ ഒരു വർക്ക് ഒരു പ്രൊജക്റ്റോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തൊരു പോയിന്റാണ് എൻഷുർ ദി സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി. നല്ല പ്ലാനിങ്ങോട് കൂടെ എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് നല്ലൊരു ക്വാളിറ്റി ഒരു വർക്ക് പുറത്തേക്ക് വരാം. അതുപോലെ തന്നെ സേഫായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹെൽപ്സ് ഇൻ ദ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ്. നമ്മൾ നല്ലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ തന്നെ കുറേ അധികം മെറ്റീരിയൽസ് സൈറ്റിലേക്ക് വരുന്നുണ്ടാവും, കുറേ അധികം മെറ്റീരിയൽസ് വേസ്റ്റ് ആവുന്നുണ്ടാവും, കുറേ അധികം മെറ്റീരിയൽസ് ഡാമേജ് ആവുന്നുണ്ടാവും. അപ്പോൾ മെറ്റീരിയൽസൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും ലോങ് ലീഡ് മെറ്റീരിയൽസ് ആദ്യം ഓർഡർ ചെയ്തിട്ട് റെഡിയാക്കി വയ്ക്കാനും പെട്ടെന്ന് ലോക്കലി കിട്ടുന്ന മെറ്റീരിയൽസാണ് ലോക്കലി പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. നല്ലൊരു പ്ലാനിങ് എഞ്ചിനീയർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ
ആളൊരു ഇതൊക്കെ അറേഞ്ച് ചെയ്യും. നമുക്ക് പ്രൊക്യൂർമെൻറ്റ് ടീം വേറെ ഉണ്ട്, പക്ഷേ പ്ലാനിങ് എഞ്ചിനീയറുടെ സഹായത്തോടു കൂടിയാണ് ഇതെല്ലാതും സീക്വൻസിങ് ചെയ്യുന്നത്, ഒരു പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാതും. പിന്നെ സേവ് കോസ്റ്റ് ബൈ ദ എഫിഷ്യൻറ്റ് റിസോഴ്സ് പ്ലാനിങ് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതിലുപരി നമുക്ക് നല്ല കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ പെർട്ടിക്കുലർ ഒരു ഇയറിൻ്റെ ആദ്യത്തെ ജനുവരി ഫെബ്രുവരി മാസങ്ങളായിരിക്കും ചിലപ്പോൾ സ്റ്റീലിനും പൈപ്പിനും കുറച്ച് വില കൂടാം. ഓക്കെ, നമുക്കൊരു പ്രൊജക്റ്റിലേക്ക് ഇപ്പോൾ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം സ്റ്റീലൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഓർഡർ ചെയ്തിടാം ഇങ്ങനത്തെ മെറ്റീരിയൽസ്. അപ്പോൾ ഏത് സമയത്തും മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ വരും. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്റ്റിൽ വരുന്ന അനാവശ്യമായിട്ട് വരുന്ന എക്സ്പെൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഫെസിലിറ്റേറ്റ്സ് ദി ടൈംലി ഹാൻഡ് ഓവർ ഓഫ് സർവീസ് ലൈക്ക് പവർ, വാട്ടർ ആൻഡ് HVAC. അതായത് നമുക്കിപ്പോൾ ഫെസിലിറ്റീസ് നമുക്ക് ഒരു ബിൽഡിങ്ങിലേക്ക് കുറേ ഫെസിലിറ്റീസ് ആവശ്യമാണ്. അതായത് ഇപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി വേണം, HVAC വേണം. HVAC എന്ന് പറയുന്നത് ഹീറ്റിംഗ് വെന്റിലേഷനാണ് ഉദ്ദേശിക്കുന്നത്. AC ഒക്കെ വെച്ചിട്ട് നമ്മൾ തണുപ്പിക്കുന്നുണ്ടല്ലോ ബിൽഡിങ്ങിനുള്ളിൽ. അപ്പോൾ അതിന് കംഫർട്ടൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും. നമുക്ക് വാട്ടർ സപ്ലൈ വേണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും അത് പ്രോപ്പർ ടൈമിൽ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ക്ലയൻറ്റിന് കൊടുക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ നമുക്ക് താഴെ പിക്ചറിൽ കാണുന്നുണ്ട് ക്വാളിറ്റി, സേഫ്റ്റി ഫസ്റ്റ്. ഓൾവേസ് സേഫ്റ്റി നമുക്ക് ഉണ്ടായിരിക്കും. നല്ലൊരു പ്ലാനിങ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി അതിന് കൂടെ തന്നെ വരും. ഓക്കെ, പിന്നെ കോസ്റ്റ് നമുക്ക് ഓവർ എക്സ്പെൻസ് ഒക്കെ നമുക്ക് ഒഴിവാനാക്കി പറ്റും. ഇതാണ് ഇതിൽ ചെറുതാക്കി പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാനിങ്ങിലേക്ക് വരുമ്പോഴുള്ള ടോപ്പിക്സ് റഫിൽ പറഞ്ഞ 2 സ്ലൈഡ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി കരിക്കുലർ അക്കാദമിയുടെ ഈ ട്രെയിനിങ് സെക്ഷനിൽ മെയിനായിട്ട് വരാൻ പോകുന്നത് 2 ഫേസുകളാണ്. ഈ 2 ഫേസുകളിലൂടെയാണ് ഒരു ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള ഒരു ഫ്രഷറോ എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടന്നു പോകാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ വേറൊരു ഫീൽഡിലായിരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു പ്ലാനിങ് സെക്ടറിലേക്ക് നിങ്ങൾക്ക് കടന്നു വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് വെൽക്കം. നിങ്ങൾക്ക് ആ ഒരു സെക്ടറിലേക്ക് വരുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 ഫേസ് ത്രൂ ആണ് ഈ ഒരു ട്രെയിനിങ് അവസാനിക്കുന്നത്. ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് 60 ദിവസമാണ് വരുന്നത്. ഓക്കെ, 60 ദിവസം വരുന്നത്. ഫേസ് 1 എന്ന് പറയുന്നത് 30 ദിവസം, ഫേസ് 2 എന്ന് പറയുന്നത് 30 ദിവസം. 2 ഫേസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ഫേസ് 1 ഡിസ്കസ് ചെയ്യുന്നത് അല്ലാതും ടോട്ടൽ സിലബസ് ആയിരിക്കും. സിലബസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്ട്സ്, തിയറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആയിരിക്കും, ആക്ടിവിറ്റീസ് ടൈം ലൈൻസ് എന്തൊക്കെ ആയിരിക്കും നിങ്ങൾക്കിപ്പോൾ സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. സ്റ്റാൻഡേർഡ്സ് ഓഫ് പ്രൊജക്ട് മാനേജ്മെൻറ്റ് നമ്മൾ ഈ പറഞ്ഞ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. പ്രൊജക്ട് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ചെറുതായിട്ട് പറഞ്ഞു. അതിൽ വരുന്ന മെയിൻ ഓരോ കമ്പോണൻസ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ പ്ലാൻ സ്കെഡ്യൂൾ മാനേജ്മെൻറ്റ്, അതായത് എന്തൊക്കെ സ്കെഡ്യൂളിങ് എങ്ങനെ നമ്മൾ ചെയ്യണം, അതിനെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യും. നമ്മൾ മുന്നേ പറഞ്ഞു ഒരു MEP പ്ലാനിങ് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കലിൻ്റെ ഡിസിപ്ലിനോ ഇലക്ട്രിക്കൽ ഡിസിപ്ലിനോ മാത്രമല്ല നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. എല്ലാ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ട് ചെറിയൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. എക്സ്പെഷ്യലി മെക്കാനിക്കൽ ഇലക്ട്രിക്കലിനെ പറ്റിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ സിവിലും ആർക്കിടെക്ചറും സ്ട്രക്ചറിലൊക്കെ നമുക്ക് കൂടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടുള്ള എത്ര ടൈം എടുക്കും, എത്രത്തോളം മാൻ പവർ വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സിവിൽ ആക്ടിവിറ്റി ലിസ്റ്റ്, മെക്കാനിക്കൽ ആക്ടിവിറ്റി ലിസ്റ്റ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ലിസ്റ്റ്, MEP ആൻഡ് സിവിൽ ഇൻ്റർഫിയറൻസ്. ഇത് മെയിൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കോർഡിനേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ട വല്ല ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് വെച്ചാൽ അതും. ഇതല്ലാതെ നമ്മൾ കവർ ചെയ്യുന്നത് ഈ ഒരു സെക്ഷനിലായിരിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഓരോ വർക്കിന് എത്രത്തോളം റൈറ്റ് വരുന്നുണ്ട്, മാനേഴ്സിന് എത്ര റൈറ്റ് വരുന്നത്, ആ കാര്യം ഡിസ്കസ് ചെയ്യും. മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ്, ഒരു മെറ്റീരിയൽ ഹയർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ മെത്തേഡ്സാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, ആ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിലുപരി അതിനുപരി നമുക്ക് പിന്നെ പറഞ്ഞതാണ് ബേസിക്സ് ഓഫ് ബിൽ ഓഫ് മെറ്റീരിയൽസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ബിൽ ഓഫ് മെറ്റീരിയൽ വരുന്ന ബേസിക് ആയിട്ടുള്ള ഹെഡിങ്സ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, കാൽക്കുലേഷൻസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് ഡിസ്കസ് ചെയ്യും. അതിന് കൂടെ തന്നെ നമുക്ക് ഏതൊരു കാര്യം പഠിക്കുമ്പോൾ സോഫ്റ്റ്വെയർ അത്യാവശ്യമാണ്. അതിൽ വരുന്ന സോഫ്റ്റ്വെയർ ആണ് പ്ലാനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് Primavera P6 പറഞ്ഞ സോഫ്റ്റ്വെയർ. ഈ Primavera P6 പറഞ്ഞ സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ എന്തൊക്കെ സ്റ്റെപ്പുകളാണ്, നമ്മൾ അതിൽ ഓരോ സ്റ്റെപ്പുകൾ എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, സോഫ്റ്റ്വെയർ പറ്റിയിട്ടുള്ള A to Z കാര്യങ്ങളല്ല അത് ഇവിടെ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ പ്രൊജക്റ്റൊക്കെ റെഡിയാക്കി, പ്ലാനിങ് തയ്യാറാക്കി, സ്കെഡ്യൂളിങ് തയ്യാറാക്കി, അതിന് ശേഷം ഒരു കൺട്രോളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അത് ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ഭാഗമാണ്. അത് കാരണം വെച്ചാൽ പ്രൊജക്റ്റ് എഞ്ചിനീയേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലാനിങ് എഞ്ചിനീയർ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാനിങ് എഞ്ചിനീയർ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്ലാനിങ് ഒക്കെ തയ്യാറാക്കിയതിന് ശേഷം ഈ പ്ലാനിങ് ഒക്കെ ഈ സ്കെഡ്യൂളിംഗ് ഒക്കെ പറഞ്ഞ പോലെ തന്നെയാണ് നടക്കുന്നത്.
അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അവർക്ക് തോന്നിയ പോലെ പ്രൊജക്റ്റ് കൊണ്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ മോണിറ്റർ ചെയ്യേണ്ടത് പ്ലാനിങ് എഞ്ചിനീയറുടെ ഉത്തരവാദിത്തമാണ്. ഓരോ പ്രൊജക്റ്റ് അനുസരിച്ചിട്ടും ഇത് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ വേറെ എഞ്ചിനീയറായി ചിലപ്പോൾ അല്ല ഉണ്ടാവുക. മോസ്റ്റ് പ്രോബബ്ലി ഒരു കമ്പനികളല്ലാതും പ്ലാനിങ് എഞ്ചിനീയർ തന്നെയായിരിക്കും അത് മാനേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രൊജക്ട് കൺട്രോളിങ് ആൻഡ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ് വരുന്നുണ്ട്. ആ ഫേസിൽ അത് എക്സിക്യൂഷനോട് ചേർന്നിട്ടാണ് ആ ഫേസ് വരുന്നത്, പ്രൊജക്റ്റിൻ്റെ മോണിറ്ററിങ് കൺട്രോളിങ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ആക്ടിവിറ്റീസ് അല്ലാതെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കും എപ്പോഴും. ഓക്കെ, പിന്നെ നമ്മൾ മുന്നേ പറഞ്ഞ പോലത്തെ പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. 3 പ്രൊജക്ട്സ് നമ്മളിതിൽ ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ എങ്ങനെ ആക്ടിവിറ്റീസ് അതിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക, ഓരോ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് കടന്നു പോകുന്നത്, കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അതാണ് ഫേസ് 1. അത് ഏകദേശം 30 ദിവസമാണ് വരുന്നത്. ഓക്കെ, ഇത് ഫുൾ സിലബസ് ആണ്, ചെയ്യേണ്ട കാര്യങ്ങളല്ല അത്. ഇനി നമുക്ക് മെയിനായിട്ട് വരാൻ ഉദ്ദേശിക്കുന്നത് ഫേസ് 2 ആണ്. ഫേസ് 2 വെച്ചിട്ടാണ് ഒരു പ്രൊജക്റ്റിൻ്റെ ലൈവ് ഡിസ്കഷൻ വരുന്നത്. ലൈവ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ പ്രൊജക്റ്റിലുള്ള നമ്മുടെ മുന്നേ ഫേസ് 1-ലുള്ള ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ വരുന്നതാണ് 1-to-1 റിസ്യൂം കറക്ഷൻ. നമുക്ക് ഒരു CV ബയോഡാറ്റ ഇല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് CV ബയോഡാറ്റ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. പുതിയത് ഒന്നുമില്ലാണ്ട് ഒരു CV ഒന്നും ക്രിയേറ്റ് ചെയ്യില്ല, ജസ്റ്റ് ഫ്രഷർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വാളിറ്റീസ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് പുതിയൊരു ബയോഡാറ്റ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഇനി വരുന്നതാണ് ലൈവ് ഡൗട്ട് ക്ലിയറിങ്. നമ്മൾ ഫേസ് 1-ലുള്ള ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അടുത്താണ് ഇൻഡസ്ട്രി ഇൻട്രാക്ഷൻ. ഇൻഡസ്ട്രി ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വരുന്നത് നമ്മൾ ഈ കറണ്ട് മാർക്കറ്റിൽ പ്ലാനിങ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സായിട്ട് ഒരു ലൈവ് ഇൻട്രാക്ഷൻ നമ്മൾ അറേഞ്ച് ചെയ്യും. ഇവിടെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണോ, ഇനി എന്തെങ്കിലും പുതിയ പഠിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ക്ലിയർ ചെയ്യും. അപ്പോൾ ഇതല്ലാതായി ഇനി നമുക്ക് വേണമെന്നാണ് ഇൻ്റർവ്യൂവിന് പോകണം. ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻസ് വേണം, ടിപ്സ് വേണം. ഓക്കെ, ഇതല്ലാതെ നമ്മൾ എവിടെ ചെയ്യാൻ പറ്റും? HR ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ടിപ്സ്, ഈ പോർഷൻ വെച്ചിട്ട് ഇതായിരിക്കും നമ്മൾ പ്ലാനിങ് എഞ്ചിനീയറിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അല്ല ആൻസേഴ്സ് അല്ലാതെ ഇവിടെ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യും. പിന്നെ HR മോക്ക് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള 4 സെക്ഷൻസ് അവൈലബിൾ ആണ്. നമ്മളൊരു മോക്ക് ഇൻ്റർവ്യൂ സെറ്റപ്പ് ഒരു 4 നമ്മൾ അറേഞ്ച് ചെയ്യും. കരിക്കുലർ അക്കാദമി അണ്ടറിൽ മെൻറ്റേഴ്സൊക്കെ വെച്ചിട്ട് നമ്മളൊരു സെക്ഷൻസ് അവൈലബിൾ ചെയ്യും. അത് കംപ്ലീറ്റ് റെക്കോർഡറായിരിക്കും. റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു ലൈവ് ഇൻ്റർവ്യൂ നമ്മൾ അറേഞ്ച് ചെയ്യും. അതിൽ നമുക്ക് റെക്കോർഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് തന്നെ ലൈവ് സെക്ഷൻസ് അയച്ചു തന്നിട്ട് അതിൽ എന്തൊക്കെ കുറവുണ്ടെന്ന് നമ്മളെ കണ്ടുപിടിക്കും. അതിനല്ലാതെ നമ്മൾ റിക്കവർ ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും ഇൻ്റർവ്യൂസ് വീണ്ടും നടത്തും. അങ്ങനെ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലിങ്ക്ഡിൻ പോർട്ടൽ സെറ്റപ്പ്, നമുക്ക് എല്ലാവർക്കും അറിയാം ലിങ്ക്ഡിൻ പോർട്ടൽ എന്ന് പറയുന്നത് മസ്റ്റായിട്ട് ഇപ്പോൾ എല്ലാ പ്രൊഫഷൻസിനും അത്യാവശ്യമാണ്. അപ്പോൾ ലിങ്ക്ഡിൻ പോർട്ടൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് കറൻറ്റ്ലി ലിങ്ക്ഡിൻ പോർട്ടൽ ഉണ്ടെങ്കിൽ വെച്ച് അതിന് മോഡിഫൈ ചെയ്തുകൊണ്ട് നല്ലൊരു ജോബിലേക്ക് തേടാൻ രീതിയിൽ അത് സെറ്റാക്കി തരും. അപ്പോൾ അതാണ് ഇവിടെ വെച്ച് ചെയ്യുന്നത്. പിന്നീട് വരുന്നതാണ് ജോബ് പോർട്ടൽ സെറ്റപ്പ്. നമുക്ക് ഓരോ രാജ്യത്തും ഡിഫറൻ്റ് ആയിട്ടുള്ള ജോബ് പോർട്ടൽസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നാട്ടിൽ ഇന്ത്യയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ Naukri.com ഉണ്ട്, Indeed.com, ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ആണ്. ഓരോ കൺട്രി ടു കൺട്രി മാറുമ്പോഴും വെബ്സൈറ്റുകൾ മാറിക്കൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലമോ നിങ്ങൾ ലൊക്കേറ്റ് ചെയ്തിരുന്ന സ്ഥലം, ജോലി നോക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു പുതിയൊരു ജോബ് പോർട്ടൽസ് സെറ്റപ്പ് ചെയ്യും. അതനുസരിച്ചിട്ട് നമ്മുടെ CV അപ്ലോഡ് ചെയ്യലേക്ക്. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാതും വരുന്നത് ഈ ഒരു പോർഷനിലാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് അവസാനമായിട്ട് ജോബ് അസിസ്റ്റൻസ്. ജോബ് അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ എല്ലാ ഫേസ് 1 ഫേസ് 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ അവസാനമായിട്ട് വരുന്നതാണ് സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടും. സർട്ടിഫിക്കേഷൻ ഓഫ് കംപ്ലീഷൻ ട്രെയിനിങ്ങിന് ശേഷം അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇതാണ് അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫേസുകൾ. അപ്പോൾ ഈ ഫേസ് കംപ്ലീറ്റ് ചെയ്യുന്നതോട് കൂടെ നിങ്ങളൊരു പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാറും. പ്ലാനിങ് എഞ്ചിനീയർ ആയി മാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം കാര്യങ്ങൾ അറിയണം. എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത് ഫേസ് 1 വെച്ചിട്ടാണ്. ഓക്കെ, ഇനി ഞാനതിലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഓപ്പണായി ചോദിക്കും. ഇത്രയുള്ള നമ്മൾ മെയിനായിട്ട് ചെറിയ ഇൻട്രൊഡക്ഷൻ, ഒരു പ്ലാനിങ് എഞ്ചിനീയർ വേണ്ടി ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരു സെക്ഷനാണ്, ലൈവ് സെക്ഷനാണ്. ഇനി ഈ ട്രെയിനിങ് സെക്ഷനിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ട്രെയിനിങ് സെക്ഷനിലേക്ക് ജോയിൻ ചെയ്യാം. ട്രെയിനിങ് സെക്ഷനിലേക്ക് ഫേസ് 1 ഉണ്ട്, ഫേസ് 2 ഉണ്ട്. ഫേസ് 1 ഇന്നോട്ടേ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കാണുന്ന കോൺടാക്ട് ഡീറ്റെയിൽസിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇമെയിൽ അയക്കാം. അവർ തന്നെ curriculacademy.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു ഡെമോ സെക്ഷൻ വേണമെന്ന് വിചാരിക്കാം. എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അറിയണം എനിക്ക് ഇതിനെ പറ്റിയിട്ട്, ഞാൻ അതിന് ആപ്റ്റ് ആണോ ചെയ്യാൻ വേണ്ടിയിട്ട്,
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1-to-1 സെക്ഷൻ കരിക്കുലർ അക്കാദമിയുടെ ടീം മെമ്പേഴ്സായിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ടൈം സ്ലോട്ടിൽ നോക്കിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് 1-to-1 സെക്ഷൻ നമ്മൾ വീണ്ടും കവർ ചെയ്യുന്നതായിരിക്കും. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ക്ലിയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ UK-യിലുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ഡയറക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് 2 നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ്. ഓക്കെ, നാട്ടിൽ നിന്നാണോ ഇന്ത്യയിൽ നിന്നാണോ വെച്ച് കഴിഞ്ഞാൽ ഈ കാണിച്ചിട്ടുള്ള നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. എന്നെ സംശയം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഡെമോ സെക്ഷൻ ബുക്ക് ചെയ്യുന്നത് ഡയറക്റ്റ് വെബ്സൈറ്റിൽ കയറുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമോ സെക്ഷനും ബുക്ക് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്രയാണ് MEP പ്ലാനിംഗ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ള ഈ ഒരു ലൈവ് സെക്ഷൻ്റെ ഉദ്ദേശം. ഈ ലൈവിൽ ഇത്ര നേരം ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം കേട്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻസ് എന്തെങ്കിലും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ട്രെയിനിങ് സെക്ഷനിൽ ജോയിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ QR കോഡ് ഫോണിൽ സ്കാൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയൊരു അടുത്ത ആഴ്ചയിലായിട്ട് പുതിയൊരു ലൈവ് സെക്ഷനായിട്ട് വീണ്ടും വരാം. ആ ലൈവ് സെക്ഷനിൽ പുതിയൊരു ടോപ്പിക് ആയിരിക്കും, പുതിയൊരു കണ്ടന്റ് ആയിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സിവിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിക്കുലർ അക്കാദമിയുടെ വെബ്സൈറ്റ് കയറി നോക്കി നോക്കാം. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടീം മെമ്പേഴ്സാണ് നമ്മുടെ കരിക്കുലർ അക്കാദമിയുടെ ടീമിലുള്ളത്. അപ്പോൾ ഓൾവേസ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ കരിക്കുലർ അക്കാദമി വർക്ക് ചെയ്യുന്ന എല്ലാവരും വർക്കിംഗ് പ്രൊഫഷണൽസാണ്. എല്ലാവരും പല ലൊക്കേഷനിലും വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു നോളജ് ആയിരിക്കും എപ്പോഴും കിട്ടുക. പഴയ ഒരു സിലബസോ പഴയ പഠിച്ചിട്ടുള്ള ഒരു കാര്യമല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. കറണ്ട് മാർക്കറ്റിൽ ആ ഒരു പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നവർ തന്നെയാണ് ട്രെയിനിങ്സ് നിങ്ങൾക്ക് എടുത്തു തരുന്നത്. അപ്പോൾ അത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആയിരിക്കും എല്ലാ ട്രെയിനിങ് സെക്ഷൻസും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്, കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ട്രെയിനിങ് സെക്ഷൻ ഉദ്ദേശം. ഇതിൽ ഒരു ഹെൽപ്ഫുൾ ആയി പ്രതീക്ഷിക്കുന്ന പുതിയൊരു ട്രെയിനിങ് സെക്ഷനായിട്ട് വീണ്ടും കാണാം.